ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴയ നൈറ്റി ഉണ്ടല്ലോ, നൈറ്റി വെച്ചിട്ട് നമ്മളൊരു ഏപ്രൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒരു അടിപൊളി ഏപ്രൺ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇനിയിപ്പോൾ നൈറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ ചുരിദാറായാലും മതി, അതല്ലാന്നുണ്ടെങ്കിൽ ഷർട്ട്, പഴയ ഷർട്ടൊക്കെ ഉണ്ടല്ലോ, ഷർട്ട് എടുത്താലും മതി. നമുക്ക് ഏകദേശം ഒരു 32 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസ് ക്ലോത്ത് മതി. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് എൻ്റെ ഒരു പഴയ നൈറ്റിയാണ്, തീരെ പഴയതാട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് സൈഡ് വളരെ മോശമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്ക് സൈഡാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇനി നമുക്കതിൽ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്കിവിടെ വേണ്ട ലെങ്ത് എന്ന് പറഞ്ഞാൽ 31 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 32.5 മാർക്ക് ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് എത്ര വേണമെന്ന് നമുക്ക് ഇഷ്ടമനുസരിച്ച് എടുക്കാം കേട്ടോ. എങ്കിലും ഒരു 31-32 ഇഞ്ച് ലെങ്ത്ത് ധാരാളം മതിയായിരിക്കും. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ, നെക്ക് അങ്ങനെയൊന്നുമില്ല. മുകളിൽ നിന്ന് ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ 6.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. താഴേക്ക് ഞാനൊരു 10 ഇഞ്ച് ആം ഹോൾ എടുക്കുന്നുണ്ട്. നമ്മൾ ചുരിദാറിനൊക്കെ കട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ വേണം. അപ്പോൾ ഒരു 7 ഇഞ്ച് ഷോൾഡർ, ഒരു 10 ഇഞ്ച് ആം ഹോൾ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. നമ്മൾ ആം ഹോളൊക്കെ വരയ്ക്കില്ല, അതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇനി ചെസ്റ്റ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ 1/3 മാർക്ക് ചെയ്യേണ്ടത്. എൻ്റെ ഇവിടെ 38 ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത്. അതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ 12.6 വരും. ഞാനവിടെ ഒരു 12.6 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ അവിടെ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് വരച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലിപ്പോൾ അധികം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആം ഹോൾ മാത്രം അവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കി നമുക്ക് തയ്യൽ തുമ്പായിട്ട് അവിടെ ഇടാം. 1.5 ഇഞ്ച് ആ സൈഡിൽ. ഷേപ്പ് ഒന്നും തന്നെ മാർക്ക് ചെയ്യേണ്ടതില്ല. ഇത്രയും മാർക്കിങ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ആം ഹോൾ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൽ വയ്ക്കാനും സൈഡിലേക്ക് കെട്ടാനായിട്ട് 2 വള്ളികൾ വേണം. അപ്പോൾ ഞാനൊരു 2 ടൈപ്പ് വള്ളികൾ വീതി കുറച്ചും ഒരെണ്ണം വീതി കൂട്ടിയതുമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താഴെ കാണുന്നത് നമുക്ക് കഴുത്തേൽ കെട്ടാനുള്ള ഒരു വള്ളിയാണ് കേട്ടോ. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒന്ന് പറയാം. അതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 20 ഇഞ്ചാണ്. വിഡ്ത്ത് ഞാനൊരു 3 ഇഞ്ചാണ് കേട്ടോ എടുത്തേക്കണത്. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ കെട്ടാനായിട്ട് 25 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വിഡ്ത്തുമാണുള്ളത്. അപ്പോൾ ആ മുകളിലിരിക്കുന്ന 2 പീസും സെയിം ലെങ്ത്തും വിഡ്ത്തും ആട്ടോ. ഇനി എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ആ വീതി കൂടിയ ആ ഒരു പീസ് ഉണ്ടല്ലോ, കഴുത്തേലേക്ക് നമ്മൾ കെട്ടാനായിട്ട് ഉള്ള വള്ളി, അതൊന്ന് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് സൈഡിലേക്ക് കെട്ടാനുള്ള വള്ളികളും ഒന്ന് അടിച്ചെടുക്കുക. ഇത് 2-3 അടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ടെടുക്കണം. പതിച്ചടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ നേരെ തിരിച്ചിട്ടെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ 3 വള്ളികൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ടെടുക്കുകയാണ്. നിങ്ങൾക്ക് ഹിപ്പിൻ്റെ അവിടെ വള്ളി വേണമെങ്കിൽ വീതി കുറഞ്ഞ ടൈപ്പ് വള്ളിയില്ല, അതൊരു 2 കൂടെ എക്സ്ട്രാ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വയ്ക്കുന്നില്ല, ആം ഹോളിൻ്റെ അവിടെ മാത്രമാണ് കേട്ടോ വയ്ക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ ഏപ്രൻ്റെ ഏറ്റവും താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുകയാണ്. ഒരു 1/2 ഇഞ്ചിൽ ഒന്ന് മടക്കി അടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ആം ഹോൾ സ്റ്റിച്ച് ചെയ്യാം. ആം ഹോൾ ഒരു 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ ഈ ഒരു എൻഡ് ഭാഗം എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ കെട്ടാനുള്ള വള്ളി നമ്മൾ ചെയ്ത് വെച്ചില്ലേ, നീളമുള്ള വള്ളി 25 ഇഞ്ച് ലെങ്ത്ത് 2.5 ഇഞ്ച് വിഡ്ത്തുള്ള 2 വള്ളികൾ ഉണ്ടായിരുന്നില്ലേ, അതിൽ ഒരെണ്ണം നമുക്ക് ഈ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സൈഡിൽ വെച്ചതിന് ശേഷം വേണം താഴേക്കുള്ള ആ ഒരു പാർട്ട് നമ്മൾ മടക്കി വയ്ക്കാനായിട്ട്. ഇതൊരു 4 ഇഞ്ച് മടക്കുക, അതിന് ശേഷം ഒന്നോടെ മടക്കുക. ഒന്നോടെ മടക്കുമ്പോൾ ആ വള്ളി അതിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് മുകളിൽ കൂടി അടിച്ചെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വള്ളി അടിയിലേക്ക് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കതിൻ്റെ തയ്യൽ തുമ്പ് കാണാതിരിക്കാനായിട്ടാണ് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വയ്ക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ആ ഒരു വശം പറ്റില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ താഴേന്ന് ഞാൻ അടിച്ച് വരുന്നത്. അപ്പോൾ താഴേന്ന് നമ്മൾ അടിച്ച് വരുന്നുണ്ട്. നമുക്കിത് ഒറ്റ
ഒറ്റ അടിക്ക് ഫുള്ളായിട്ട് റൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻഡ് ഭാഗം കണ്ടോ, ആ എൻഡ് ഭാഗം എത്തുമ്പോഴേക്കും നമുക്ക് ആ വള്ളി വെച്ച് കൊടുത്തതിന് ശേഷം അടിഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. മടക്കി അടിച്ച് വരുമല്ലോ, അതിൻ്റെ അടിഭാഗത്തായിട്ട് വള്ളി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ആം ഹോളും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും നമ്മുടെ വള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി മുകളിൽ കഴുത്തേലേക്ക് ഇടാനുള്ള വള്ളി ഉണ്ടല്ലോ, ആ വള്ളി എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ മുകളിൽ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഒരു ഇഞ്ച് വിഡ്ത്തിൽ അടിക്കുക കേട്ടോ. കുറച്ച് വീതിയിൽ മടക്കി അടിക്കുക, അതാണ് കുറച്ചുകൂടെ ഭംഗി കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് വള്ളി വരുന്നത് കണ്ടോ, ഇതുപോലെയാണ് വള്ളി വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു 1/4 ഇഞ്ച് ഒന്ന് മടക്കുക. അതിന് ശേഷം ഒരു അര ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് വരെ മടക്കുക. അതായത് കുറച്ച് വീതിക്ക് മടക്കുക. മടക്കിയിട്ട് അതിൻ്റെ അടിഭാഗത്തേക്ക് ഈ ഒരു വള്ളി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഉള്ളതിൽ വീതി കൂടിയ വള്ളിയാണ് കേട്ടോ ഇത്. അങ്ങനെ വെച്ച് അടിച്ച് പോന്നേച്ചാൽ മതി. ഇതുപോലെ അടിച്ച് വരിക. അപ്പോൾ ഇവിടെ ഇപ്പുറത്തെ ഭാഗത്ത് ഈ ആം ഹോള് തുടങ്ങുന്നിടത്ത് എത്തുമ്പോൾ ആ വള്ളിയുടെ ഒരെൻഡ് ഇതിൻ്റെ അറ്റത്തായിട്ട് വെച്ച് കൊടുക്കുക. അതായത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തേച്ചാൽ മതി. അതിൻ്റെ തയ്യൽ തുമ്പ് മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം, തയ്യൽ തുമ്പ് കാണത്തില്ല, അടിപ്പ് വരുന്ന ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പതിച്ചങ്ങ് അടിച്ച് പോവുക. അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മുകളിലേക്ക് വെച്ചൊന്ന് പതിച്ചടിക്കാം. അതിനായിട്ട് നമ്മുടെ ഈ ഏപ്രൺ തിരിച്ചിടുക. നല്ല വശമാണ് ഇപ്പോൾ മുകളിലിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതിങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, അതങ്ങ് പതിച്ച് വയ്ക്കുക. പതിച്ച് വെച്ചിട്ട് മുകളിൽ കൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങേറ്റം വരെ കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിലും നമ്മളൊരു വള്ളി വെച്ചിട്ടുണ്ട്. ആ വള്ളി ഇങ്ങനെ പതിച്ച് വെച്ചതിന് ശേഷം അടിക്കുക. അതായത് മുകളിലെ ഏപ്രൺ ആ വള്ളിയുടെ മുകളിലേക്ക് വെച്ചതിന് ശേഷം പതിച്ചടിക്കുക. ഞാൻ ആം ഹോളും കൂടെ ഒന്ന് പതിച്ച് അടിച്ച് കൊടുക്കുന്നുണ്ട്. അത് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ആം ഹോളിൻ്റെ അവിടെ വള്ളി വന്ന ഭാഗം ഉണ്ടല്ലോ കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ആ ഏപ്രൻ്റെ മുകളിൽ കൂടെ അടിച്ചു കൊടുക്കുക. അത് ഇതുപോലെ അടിച്ചു കൊടുക്കുക. താഴേക്ക് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, താഴെ അടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും ഭാഗത്ത് അടിച്ചെടുക്കുക. അതായത് ആ വള്ളി പിടിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മളൊരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ആ വള്ളി അങ്ങ് പതിഞ്ഞിരുന്നുള്ളൂ അവിടെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും കൂടെ നമ്മൾ അടിച്ച് ആം ഹോൾ വഴി ഇങ്ങനെ മുകളിലേക്ക് പോരുകയാണ്. അപ്പോൾ മൊത്തം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പഴയ ഷർട്ടോ അതുപോലെ നൈറ്റിയോ ചുരിദാറോ എന്തുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുക്കളയിലൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലൊരു ഏപ്രൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 വള്ളിയുണ്ട്. ബാക്ക് സൈഡിലേക്ക് നമുക്കത് കെട്ടിവെക്കാം. അപ്പോൾ ഇതുപോലെ കെട്ടിവെക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.